പ്രിയപ്പെട്ടവരെ, പൈശാചിക തിന്മകൾക്കെതിരെ തിരുവചനങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പൈശാചിക തിന്മകൾക്കെതിരെ തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ദേശത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു ആശ്രമത്തിൽ നിന്ന്, ഒരു വൈദിക മന്ദിരത്തിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവം എങ്ങനെ കേൾക്കുന്നു? 2 ദിനവൃത്താന്തം അധ്യായം 7, 14, 15 തിരുവചനങ്ങൾ. 2 ദിനവൃത്താന്തം അധ്യായം 7, 14, 15 തിരുവചനങ്ങൾ. ശ്രദ്ധാപൂർവം കേട്ട ഒരു തിരുവചനമാണത്. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമം പേറുന്ന വഹിക്കുന്ന ജനം, അവർ എന്നെ അന്വേഷിക്കുന്നു, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി അവർ പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് അവർ പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം തന്നെ ഞാൻ സമ്പുഷ്ടമാക്കുകയും ചെയ്യും. പിന്നെ തുടർന്ന് പറയുകയാണ്, ഇവിടെ നിന്ന്, ഈ ആലയത്തിൽ നിന്ന്, ഇവിടെ സിസ്റ്ററുടെ മുൻപിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മക്കളെ, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിൻ്റെ കണ്ണും കാതും എപ്പോഴും ജാഗരൂകരായിരിക്കും. അത് എങ്ങനെയാണ് ആവുന്നത് എന്നാണ് 2 ദിനവൃത്താന്തം അധ്യായം 7, 14, 15 തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ നാമം വഹിക്കണം, അവിടുത്തെ അന്വേഷിക്കണം, എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം, അവിടുത്തെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ദുർമാർഗങ്ങൾ. പിന്നെ സ്വർഗത്തിൽ നിന്ന് അവിടുത്തെ പ്രാർത്ഥന കേൾക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും ആ ദേശം തന്നെ സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഈ ഒരു വചനം നമ്മുടെ മനസ്സിൽ നിങ്ങൾ കൊത്തിവെച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ, പ്രിയപ്പെട്ടവരെ.